സമാധി അവിടെ നിൽക്കട്ടെ, സബ് കളക്ടർ കൊള്ളാമെന്ന് സോഷ്യൽ മീഡിയ. ചുള്ളൻ കളക്ടറെ പുറത്തെത്തിക്കാൻ കാരണമായ ഗോപൻ സ്വാമിക്ക് നന്ദിയെന്ന് ഒരു കൂട്ടർ. സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തിരുവനന്തപുരം സബ് കളക്ടർ. ഈ കളക്ടറെ ഞങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി പരിചയപ്പെടുത്തിയ ഗോപൻ സ്വാമിയോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകരയിലെ വിവാദമായ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നൊരു കമന്റാണിത്. സമാധി വിഷയത്തിൽ സമവായമുണ്ടാക്കാനെത്തിയ കളക്ടറാണിപ്പോൾ സൈബർ എടുത്ത താരം. വാർത്തകൾക്ക് പിന്നാലെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കളക്ടറെ തിരയുന്നത്. കണ്ണൂർ സ്വദേശിയായ OV ആൽഫ്രഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കളക്ടർ. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ആൽഫ്രഡ്. നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. ബംഗളൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷമാണ് സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. തൻ്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചിരുന്നില്ല. രണ്ടാം ശ്രമത്തിൽ 310 റാങ്ക് നേടിയ ആൽഫ്രഡ് മൂന്നാം ശ്രമത്തിൽ അത് 57ലേക്ക് ഉയർത്തി. രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചിരുന്നു. ഇത്രയും ചെറുപ്പക്കാരനായ ഒരു കളക്ടറെ ആദ്യമായാണ് കാണുന്നതെന്നും ഇതേപോലുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ നാടിന് വേണ്ടതെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് കളക്ടർ സംസാരിക്കുന്ന ഓരോ വീഡിയോയ്ക്കും അടിയിൽ വരുന്നത്. ഇതാദ്യമായല്ല IAS IPS ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. മുൻപ് കേരള കേഡറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർമാരായി എത്തിയ മെറിൻ ജോസഫ്, ദിവ്യ S അയ്യർ, യതീഷ് ചന്ദ്ര, ശ്രീറാം വെങ്കിട്ടരാമൻ തുടങ്ങിയവരെല്ലാം സൈബർ എടുത്ത് ശ്രദ്ധ നേടിയിരുന്നു.